ഇപ്പോൾ കേരളമാകെ ഒരു റോന്തിലാണ്. 2 പോലീസുകാരുടെ ഒറ്റ രാത്രിയിലെ പട്രോളിംഗ്. അതിനിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ഞെട്ടലോടെയാണ് പ്രേക്ഷകർ റോന്ത് എന്ന സിനിമ തിയേറ്ററിൽ നിന്നും കണ്ടിറങ്ങുന്നത്. ഷാഹി കബീർ സംവിധാനം ചെയ്ത സിനിമയ്ക്കായി യഥാർത്ഥ പോലീസുകാരിൽ നിന്നാണ് ഹോംവർക്ക് ചെയ്തതെന്ന് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച റോഷൻ മാത്യു ഇന്ന് രാവിലെ ഹലോ മലയാളത്തിൽ അതിഥിയായി എത്തി. അദ്ദേഹം മനസ്സ് തുറന്നു. പോലീസ് ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരങ്ങളാണ് സംവിധായകൻ ഷാഹി കബീറിന്റെ സിനിമകൾ. രാഷ്ട്രീയവും നീതി നിർവഹണവും എങ്ങനെ തമ്മിലിഴ ചേരുന്നുവെന്നും അതിൽ ഇരകളായിത്തീരുന്ന മനുഷ്യരും പോലീസ് ജീവിതങ്ങളുമാണ് ഷാഹി സിനിമകളുടെ പ്രമേയം. നായാട്ടും ഇലവീഴാ പൂഞ്ചിറയും പോലെയുള്ള ചിത്രങ്ങളിലൂടെ മലയാളിക്ക് പരിചിതനായ ഷാഹി കബീർ റോന്തിൽ പോലീസ് ജീവിതത്തിന്റെ മറ്റൊരു മുഖം ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ദിലീഷ് പോത്തനൊപ്പമുള്ള പ്രധാന കഥാപാത്രം തന്റെ സിനിമാ ജീവിതത്തിലെയും ഏറ്റവും മികച്ച വേഷമെന്ന യുവതാരം റോഷൻ മാത്യു. കരിയറിലെ ആദ്യ പോലീസ് വേഷം വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്നും റോഷൻ പറഞ്ഞു. ഫസ്റ്റ്ലി ആദ്യത്തെ പോലീസ് ക്യാരക്ടറാണ്. അപ്പോൾ സിനിമകളിൽ പ്രത്യേകിച്ചും ഒരു പോലീസ് കഥാപാത്രം എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്നുള്ളൊരു ഹേലോ അതിന് ചുറ്റും എപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഷാഹി സാറിൻ്റെ റൈറ്റിംഗ് തന്നെയാണ് ഇതിനെ കുറേ കൂടി ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ദിന്നാഥ് പോലുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് എന്നെ പൊതുവെ ആൾക്കാർ അപ്രോച്ച് ചെയ്യാറില്ല. അത് ഷാഹിയുടെ ഒരു വിഷൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ രസമുണ്ടാവുമെന്ന് ആദ്യം തോന്നിയത് ഷാഹിക്കാണ്. ഇതിനു മുമ്പ് ആരും ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഇത് പുതിയൊരു പോലീസുകാരനാണ്. ജസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിയിലേക്ക് കയറി അധികം ആയിട്ടില്ല ദിന്നാഥ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ കുറേയും കൂടെ എനിക്കൊന്ന് ഷാഹിയുടെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള ഇൻസിഡൻസ് കുറേ ഇതിനകത്തുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള മറ്റ് പോലീസുകാരെ കാണുക, മണിയാർ പോലീസ് ക്യാമ്പിൽ പോയിട്ട് കുറച്ച് സമയം ട്രെയിനിങ്ങിലുള്ള പോലീസുകാരുടെ കൂടെ ചെലവഴിച്ചു. പിന്നെ പെട്രോളിങ്ങിന് ഇറങ്ങിയ ഓഫീസേഴ്സിൻ്റെ കൂടെ കുറച്ച് നേരം അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. സംവിധായകർക്കിടയിൽ ബ്രില്യൻസ് എന്ന വാക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ദിലീഷ് പോത്തനൊപ്പം മത്സരിച്ചായിരുന്നു റോഷന്റെ അഭിനയം. ഒരു കോ ആക്ടറിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും പ്രേക്ഷകരെ കുറിച്ചുമുള്ള ദിലീഷ് പോത്തന്റെ വിലയിരുത്തൽ തനിക്കും സിനിമയ്ക്കും ഗുണകരമായി എന്നാണ് റോഷന്റെ വാക്കുകൾ. ഞാൻ ഇതുവരെ പോത്തേട്ടൻ്റെ ആസ് ആൻ ആക്ടർ കണ്ടിട്ടുള്ള വർക്കിലെല്ലാം എനിക്ക് പേഴ്സണലി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് റോന്തിലെ SI യോഹന്നാൻ എന്നുള്ള ക്യാരക്ടറാണ്. ഐ റിയലി തിങ്ക് ഇറ്റ്സ് ഹിസ് ബെസ്റ്റ് വർക്ക്. ഞങ്ങൾ മൂത്തോനിൽ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പോത്തേട്ടനോട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഇതിൽ ഒരുപാട് അധികം സമയം ഉണ്ടായിരുന്നു, കുറേ സീനുകളുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടാണ് വർക്ക് ചെയ്തത് തമ്മിൽ. ഐ തിങ്ക് പോത്തേട്ടനെയും ഹോപ്പ്ഫുള്ളി ഇങ്ങോട്ടുള്ള ഫീലിംഗ് അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. എനിക്ക് ആസ് എൻ ആക്ടർ പോത്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഓരോ സീനിലും നമുക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നത് പോലെ തോന്നും അപ്പുറത്തെ സൈഡിൽ നിന്ന്. ഓരോ മൊമെന്റിന്റെയും റിയാലിറ്റി മൊത്തം ഏത് മൊമെന്റ് പോത്തേട്ടനെ നോക്കിയാലും പുള്ളിയുടെ മുഖത്തിലും ശരീരത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കോ ആക്ടറിനെ അത്ര ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. പിന്നെ സിനിമയെ പറ്റിയിട്ടുള്ള പോത്തേട്ടൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ഓഡിയൻസിന്റെ അണ്ടർസ്റ്റാൻഡിങ്, പോത്തേട്ടൻ്റെ പെർസ്പെക്റ്റീവുകൾ, ചില ചോദ്യങ്ങൾ, ഇതെല്ലാം എന്നെയും ഈ സിനിമയൊക്കെ ഭീകരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഭാഷകൾക്കപ്പുറം മികച്ച സിനിമകളുടെ ഭാഗമാകുമ്പോൾ തന്റെ അതിരുകളും സാധ്യതകളും വളരുകയാണെന്നാണ് റോഷന്റെ വിലയിരുത്തൽ. ബോളിവുഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മലയാള സിനിമകൾക്കുള്ള സ്വീകാര്യത എത്രത്തോളമെന്ന് കണ്ടറിഞ്ഞുവെന്നും യുവതാരം പറഞ്ഞു. എസെൻഷ്യലി ഒരു ആക്ടർ വന്നു കഴിയുമ്പോൾ ചെയ്യുന്ന ജോലി കുറേയൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് ബാക്കി വർക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാണല്ലോ ഒരു ആക്ടറുടെ എൻട്രി ഒരു പ്രോജക്റ്റിലേക്ക്. പക്ഷെ അവരിവിടെ നടക്കുന്ന വർക്കിനെ പറ്റിയും ഇവിടുത്തെ സിനിമകളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും. അത് നമ്മൾ ഭാഗമായിട്ടുള്ള സിനിമകളല്ലെങ്കിൽ പോലും അത് ആ ക്രെഡിറ്റ് എല്ലാവരും നമുക്ക് എല്ലാവരും ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര വലിയൊരു ഓഡിയൻസ് തന്നെയുണ്ട് മലയാള സിനിമകൾക്ക്, പ്രത്യേകിച്ചും നോർത്തിലും ബോംബെയിലും ഒക്കെ. മലയാളത്തിൽ ചത്ത പച്ച എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. ഹിന്ദിയിൽ പുതിയ സിനിമയുടെ ജോലികൾ തുടങ്ങി. ആവർത്തന വിരസത തന്റെ കഥാപാത്രത്തിൽ സംഭവിക്കരുതെന്ന് നിർബന്ധമുണ്ടെന്നും റോഷൻ മാത്യു ന്യൂസ് മലയാളത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.